കടലിൽ വീണ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ നടന്നുവരുന്നതായി മന്ത്രി കെ രാജൻ. തകർന്ന കപ്പലിൽ നിന്ന് കടലിൽ വീണ പ്ലാസ്റ്റിക് ഗ്രാനുൾ ശേഖരം വൃത്തിയാക്കുന്ന തിരുവനന്തപുരം തുമ്പയിലെ സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമിലുള്ള വിശ്വകർമ്മ കമ്പനി കപ്പലിനകത്തുള്ള വസ്തുക്കളും പുറത്ത് പടർന്ന ഓയിലും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. പദാർത്ഥങ്ങൾ രാസവസ്തു കലർന്നതല്ലെന്നും മീനുകൾക്ക് പ്രശ്നമുണ്ടാകുമെന്ന തരത്തിലുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പ്രതികരിച്ചു. ഏതാണ്ട് 54 എണ്ണം ഇപ്പോൾ കേരളത്തിൽ വിവിധ തീരങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. കൊല്ലത്താണ് കണ്ടെയ്നറുകൾ അധികം വന്നു ചേർന്നതെങ്കിലും കണ്ടെയ്നറുകൾ തകർന്നത് മൂലമുണ്ടാകുന്ന വസ്തുക്കളുടെ വരവ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തു നിന്ന് തെക്കോട്ടുള്ള തീരത്തായിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള അറിവ്. സാധാരണ നിലയിൽ കണ്ടെയ്നർ തകർന്ന ഘട്ടം മുതൽ തന്നെ ഏറ്റവും കൃത്യമായി ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും വകുപ്പുകളും ഒക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആ നടപടിക്രമങ്ങൾ പരിശോധിച്ചു വരികയാണ്.